Namaskaram, football fans. Welcome back to Footballers Life. Let's do a rebuilding of Barca squad 2024-25. Now, സ്വാഭാവികമായിട്ടും ഞാൻ വളരെ ക്ലോസ്ലി ഫോളോ ചെയ്യുന്ന ഒരു ക്ലബ് അല്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അത് കറക്റ്റ് ചെയ്തു തരിക. അടുത്ത വീഡിയോയിൽ അതിനെ കുറിച്ചിട്ട് ഒരു പക്ഷേ ബെറ്റർ പെർസ്പെക്റ്റീവിൽ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാർസയിൽ അവൈലബിൾ പ്ലെയർ, ഒരു ഐഡിയൽ സ്ക്വാഡ് എന്തായിരിക്കും ബാർസലോണയ്ക്ക്, ബാർസലോണയുടെ ഐഡിയൽ പ്ലെയർ, പ്രോബബിൾ ട്രാൻസ്ഫർ ടാർഗറ്റ്സ് ആയിരിക്കും നമ്മൾ മൊത്തത്തിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. ലെറ്റ്സ് ലുക്ക് അറ്റ് ട്രാൻസ്ഫർ സീസൺ. അതായത് ഈ സീസണിൽ ഒരു ഫാനിൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു ട്രാൻസ്ഫർ. അത് പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, ഗോൾ കീപ്പർ, സബ്സ്റ്റിറ്റ്യൂഷൻ ഗോൾ കീപ്പർ ഉണ്ടോ നമ്മുടെ ജോർജിയും അമർദബിഷിൽ, പുള്ളിക്കാരൻ വരില്ല. പക്ഷെ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് എന്തോ ആഗ്രഹിക്കാന്നുള്ള രീതിയിൽ ടെർ സ്റ്റേഗൻ എനിവേസ് നമ്പർ 1 ചോയ്സ്. അതിൽ തലവേനയില്ല. യു ഹാവ് ജൂൾസ് കുണ്ടെ, അറാഹോ, ക്രിസ്ത്യൻസൻ ആൻഡ് ബാൽദെ. അവിടെ പുതിയ സൈനിങ്സ് ഒന്നും വെക്കേണ്ട കാര്യമില്ല. ജോവോ കാൻസലോന്റെ കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താവും ഭാവി എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇതുവരെ ഒരു കൃത്യമായ ധാരണയില്ല. കാൻസലോ is waiting for Barcelona. Barcelona is also wants Cancelo, so he could join the team. അപ്പോൾ കാൻസലോ is a very good addition. കാൻസലോണ വേണമെങ്കിൽ റൈറ്റും കളിക്കാം. ഇഞ്ചുറി കൺസേണിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ മിഡ്ഫീൽഡർ ഉണ്ട്, കുബാർസി, വണ്ടർഫുൾ ടാലന്റഡ് പ്ലെയർ. പിന്നെ ഉള്ള മറ്റേ പ്ലെയർ എന്ന് പറഞ്ഞാൽ മിഖായൽ ഫയെ. അപ്പൊ ഒരു കണക്കിന് ഡിഫൻസ് ഈസ് സോർട്ടഡ് എന്ന് പറയാനില്ല, മേ ബി നോട്ട് ദി എലീറ്റ്. എനിക്ക് ആൻഡ്രേസ് ക്രിസ്ത്യൻസന്റെ മേലിൽ എനിക്കൊരു വിശ്വാസം പണ്ടേ കുറവാണ്. ചെൽസി പ്ലെയർ ആവുന്ന കാലഘട്ടം മുതൽ കുറവാണ്. ഹീസ് ഫാന്റാസ്റ്റിക്. പക്ഷെ ബിഗ് ഗെയിംസിൽ പുള്ളിക്കാരൻ അൺഅവൈലബിൾ ആയിരിക്കും. ചില ഇഞ്ചുറി കൺസേൺസ് ഉണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് ഗെയിം കളിക്കുന്നില്ല. പിന്നെ കഴിഞ്ഞ സീസൺ പറഞ്ഞിട്ട് കാര്യമില്ല, ഷാവി പുള്ളിക്കാരൻ നമ്പർ 6 ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. XYZ. പിന്നെ കമ്മിങ് ഇൻ ടു യുവർ മിഡ്ഫീൽഡ് ഡബിൾ പിവറ്റ്, യു ഹാവ് ഫ്രാങ്കി ഡിയോങ് ആൻഡ് ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നത് ഗാവി. ടാർഗറ്റ് ചെയ്യുന്ന വേറൊരു പൊട്ടൻഷ്യൽ പ്ലെയർ മിക്കൽ മെറീനോ. ആവശ്യമായിട്ടുള്ള ഒരു പ്രൊഫൈൽ, അഥവാ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഓറിയോൾ റോമിയോ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ റോമിയോ ഒരു പക്ഷേ ഈ ഒരു സ്ലോട്ടിൽ വരാം. യു അഗൈൻ ഹാവ് EK ഗുണ്ടോവനെ സ്ലോട്ട് ചെയ്യാം. സോ മൊറീനോ, ഫ്രാങ്കി ഡിയോങ്, അല്ലെങ്കിൽ ഈ പറയുന്ന ആരാണ് നമ്മുടെ ഒറിയോൾ റോമേലു എന്നൊക്കെ ഞാൻ പറയാൻ വന്നത്. ഒറിയോൾ റോമിയോനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടത്തിൽ അവിടെ ആഡ് ചെയ്യാം. പിന്നെ യു ഹാവ് പെഡ്രി, ജോവോ ഫെലിക്സ്. ഐ ഡോണ്ട് തിങ്ക് ജോവോ ഫെലിക്സിനെ ആഡ് ചെയ്യാനായിട്ടൊരു സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് ഇവിടെ തോന്നുന്നത്. ലാമിനെ യമാൽ ഒബ്വിയസ്ലി ദ ഫസ്റ്റ് സ്റ്റാർട്ടർ, റഫീനിയ, Ansu Fati, Nico Williams. Nico Williams is a massive transfer target. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിക്കോ വില്യംസിനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്താവും എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാം. Then you have Robert Lewandowski and then you also have Victor Roque. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ സൈനിങ്സിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. However, let's look at നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ക്വാഡിന്റെ അവസ്ഥ നമുക്ക് നോക്കാം. ഓക്കെ, യു എനിവേ ഹാവ് ടെർ സ്റ്റേഗൻ, അതിൽ തലവേനയില്ല. പിന്നെ ഇനാക്കി പേനിയ എന്ന് പറയുന്ന ഗോൾ കീപ്പർ ഓൾറെഡി അവൈലബിൾ ഉണ്ട്, വലിയ തലവേനയില്ല. അറാഹോ ഒരു ഇഞ്ചുറി കൺസേണിൽ ഇപ്പൊ നിൽക്കുകയാണ്. പറയപ്പെടുന്നത് ഹി ഈസ് ഗോണ ബി ബാക്ക് മോസ്റ്റ്ലി. എവിടെയാണ് പുള്ളിക്കാരൻ എപ്പോഴാണ് ബാക്കിൽ വരുന്നത്? എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറയുന്നത് ഈസ് അറൌണ്ട് October 1. അപ്പൊ ഒരു ഇഞ്ചുറി ഹിറ്റ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അറാഹോ നിൽക്കുന്നത്. യു ഹാവ് ജൂൾസ് കുണ്ടെ, യു ഹാവ് ആൻഡ്രേസ് ക്രിസ്ത്യൻസൻ, കുബാർസി. ഞാൻ ചില പ്ലെയർ പ്രൊനൗൺസിയേഷൻ ആണ് എനിക്ക് പറ്റാത്തത്. വളരെ യങ്, ഒരു ചെറുപ്പക്കാരനായ ഒരു ടാലന്റഡ് ഒരു പ്ലെയർ ആണ്. ഇവനൊരു ബ്രേക്ക് ഔട്ട് സീസൺ സത്യം പറഞ്ഞാൽ ഷാവി കാണിച്ചു കൊടുത്തതിൽ റിയലി അപ്രീഷിയേറ്റീവ് ഓഫ് ഷാവി. വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ലെങ്കിൽ തന്നെയും ഗുഡ് ബ്രേക്ക് ഔട്ട് സീസൺ ഫോർ കുബാർസി. എറിക് ഗാർസിയ, ഐ തിങ്ക് എറിക് ഗാർസിയുടെ ട്രാൻസ്ഫർ റൂമേഴ്സ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട് ബാർസലോണയിൽ നിന്ന് ഫ്രീ ട്രാൻസ്ഫർ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മൈക്കൽ ഫെയ്, ആ ഒരു പ്ലെയർ അവൈലബിൾ ആണ്. ക്ലെമന്റ് ലെംഗ്ലേനെ കുറിച്ച് എനിക്ക് അറിയില്ല, ഞാൻ അതിനെ കുറിച്ച് അതുകൊണ്ട് പറയുന്നില്ല. പിന്നെ ബാൽദെ, ദർ ഇസ് ഡെഫിനറ്റ്ലി ലെഫ്റ്റ് ബാക്ക് ഇൻ ദർ. പിന്നെ ഉള്ളത് ഹെക്ടർ ഫോർട്ട്, ദാറ്റ് ഇസ് ഓൾസോ അനദർ പോസിബിൾ ഒരു സ്ക്വാഡ് പ്ലെയർ ആഡ് ചെയ്യാൻ. ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആകെ കൂടെ ഓറിയോൾ റോമിയോ ഉള്ളൂ. ഇവിടെയാണ് ഒരു മേജർ റീഇൻഫോഴ്സ്മെന്റ് സത്യം പറഞ്ഞാൽ വേണ്ടത്. നേരെ മറിച്ച് സെന്റർ മിഡിൽ യു ഹാവ് ഗാവി, പെഡ്രി, ഫ്രാങ്കി ഡിയോങ്, ഇക്കെ ഗുണ്ടോവാൻ, ഫെർമീൻ ലോപ്പസ്. ആൻഡ് ഇതില് ഇവരുടെ 3 പേരുടെ പേരും കണ്ടാൽ തന്നെ അറിയാം, ദർ ഓൾ ഇഞ്ചുറി ഇഷ്യൂസ് ഉള്ളതാണ്. ഫ്രാങ്കി ഡിയോങ് ആങ്കിൾ ഇഞ്ചുറി ആണ്. ഇപ്പൊ സത്യം പറഞ്ഞാൽ പുള്ളിക്കാരന്റെ ഡേറ്റ് ഓഫ് റിട്ടേൺ സത്യം പറഞ്ഞാൽ അറിയുന്നില്ല.
ഗാവിയുടെ നേരെ മറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിസ് ഡേറ്റ് ഓഫ് റിട്ടേൺ ലുക്സ് ലൈക്ക് August 15. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ സീസൺ കളിപ്പിക്കാൻ വേണ്ടിയായിട്ടുള്ള പ്ലെയേഴ്സ് പോരാഞ്ഞിട്ട് സീസൺ തുടങ്ങുമ്പോൾ പോലും പ്ലെയേഴ്സ് അവൈലബിൾ ആവുമോ എന്നുള്ള വലിയ സംശയമുണ്ട്. അപ്പൊ നമ്മള് നേരത്തെ കാണിച്ച ബോർഡിൽ വെച്ച് നോക്കാൻ നേരത്ത് ഫ്രാങ്കി ഡിയോങ് ഓൾറെഡി ഇഞ്ചോർഡ് ആണ്, അതിന് കളിക്കാൻ പറ്റിയ ഗാവി ഇഞ്ചോർഡ് ആണ്, പെഡ്രി ഇഞ്ചോർഡ് ആണ്. അപ്പൊ ഒരുപാട് പ്ലെയേഴ്സ് ഇഞ്ചോർഡ് ആയിട്ടിരിക്കുന്നത് ഒരു വലിയൊരു അവസ്ഥയാണ്. പിന്നെ അഫ്കോഴ്സ് യു ഹാവ് ഫോർവേഡ് നോക്കാൻ നേരത്ത് ഫെറാൻ ടോറസ്, അൻസു ഫാറ്റി, ലാമിനി യമാൽ, റഫീനിയ, വിക്ടർ റൂക്ക് ആൻഡ് റോബർട്ട് ലെവൻഡോസ്കി. സോ ഫെറാൻ ടോറസ് വെൽ ഓൾറെഡി ഒരു പൊട്ടൻഷ്യൽ പ്ലെയർ ടു പ്ലേ ഇൻ ദാറ്റ് നമ്പർ 10 സ്ലോട്ട്. ഹാൻസി ഫ്ലിക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഹാൻസി ഫ്ലിക്കിന്റെ സ്ട്രാറ്റജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയേഴ്സിനെ ഓടിപ്പിച്ച് അങ്ങോട്ട് കളിപ്പിക്കും. അപ്പൊ ഓൾറെഡി ഇഞ്ചുറി പ്രോൺ ആയ പ്ലെയേഴ്സ് ഇനിയും വന്ന് കളിക്കുമ്പോൾ ഇനിയും കൂടുതൽ ഇഞ്ചുറി ആകുമോ എന്നുള്ളതാണ് വലിയൊരു സംശയം. സോ അറ്റ് ദിസ് മൊമെന്റ് ആ ലൈനപ്പ് വെച്ച് നോക്കുന്നത് ഭയങ്കര തിൻ സ്ക്വാഡാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സ്പെയിൻ ജയിച്ചതിന് ശേഷം ലാമിനെ യമാളും ഇനി നീക്കോ വില്യംസിനെ സൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ രണ്ടുപേരും കുറച്ച് നാളത്തേക്ക് അൺഅവൈലബിൾ ആണ്. റോബർട്ട് ലോവൻഡോസ്കി അവൈലബിൾ ഉള്ളൂ. റഫീനി ഉണ്ട്, അൻസു ഫാറ്റി ഉണ്ട്, ഫെറാൻ ടോറസും ഉണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ ഫ്രാങ്കി ഡിയോങ്, പെഡ്രി, ഗാവി ഇവരൊക്കെ ഇഞ്ചോർഡ് ആയിരിക്കുന്ന സ്ഥിതിയിൽ, അറാഹോ ഒക്കെ ഇഞ്ചുറി ആയിരിക്കുന്ന സ്ഥിതിയിൽ ഫസ്റ്റ് ടീമിലെ പ്ലെയേഴ്സ് അൺഅവൈലബിൾ ആണ് ബാർസലോണയ്ക്ക്. അപ്പൊ ബാർസലോണയുടെ പ്രീ സീസൺ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സ്റ്റാർട്ടിംഗ് ഇല്ല. പക്ഷെ ഈ പറയുന്ന പോലെ പ്ലെയേഴ്സിനെയൊക്കെ ട്രാൻസ്ഫറിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദാറ്റ് കുഡ് ബി എ വാല്യൂ ആഡ്, പൊട്ടൻഷ്യൽ വാല്യൂ ആഡ്. എനിവേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വളരെ ക്ലോസ്ലി ഫോളോ ചെയ്തൊരു ക്ലബാണ്. ഫോളോ ചെയ്ത് തുടങ്ങണം. ഒരുപാട് ക്ലബ്സിനെ ഇനിയും മുതൽ ഫോളോ ചെയ്ത് തുടങ്ങണം. ബട്ട് ആസ് യൂഷ്വൽ യു ആർ ദെയർ. നിങ്ങളുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്ക് വേണ്ടി. നിങ്ങൾക്കുണ്ട് ഞാൻ ഈ പറയുന്ന ഏരിയ ഓഫ് വീക്ക്നെസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഓൺ ദ ബാർസലോണ സ്ക്വാഡ്, റീബിൽഡിംഗ് ബാർസലോണ in the comment section. Thank you so much for watching. Signing off, SK from Football is Life.